വിശദമായ വാർത്തയിലേക്കാണ്. ആലപ്പുഴ കരുവാറ്റയിൽ 67-കാരനെ കൊലപ്പെടുത്തിയ കൗമാര സംഘത്തിലെ ആൺകുട്ടികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ പോലീസ്. ഇതിനായി ശനിയാഴ്ച ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് അപേക്ഷ നൽകും. കുറ്റകൃത്യ ഗൂഢാലോചനയിൽ മുഖ്യ പങ്ക് വഹിച്ച പെൺകുട്ടിയെ ശിശുക്ഷേമ സമിതി സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കരുവാറ്റ സ്വദേശി ശിവൻകുട്ടിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. സംഭവത്തിൽ ശിവൻകുട്ടിയുടെ കൊച്ചുമകളായ 13-കാരി ഉൾപ്പെടെ 4 പ്രതികളാണ് ഉള്ളത്. പിടിയിലായ മറ്റ് 3 പേർ കൊല്ലം പരവൂർ സ്വദേശികളാണ്. 3 പേർക്കും 17 വയസ്സാണ് പ്രായം. ഇവരെയും ജുവനൈൽ ഹോമിൽ പാർപ്പിച്ചിരിക്കുകയാണ്. എക്സാലോജിക് CMRL സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിക്കെതിരെ കൂടുതൽ തെളിവുകൾ കണ്ടെത്തിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അറിയപ്പെടുന്ന വരുമാനത്തിനപ്പുറമുള്ള പണമിടപാടുകൾ വീണ കൈകാര്യം ചെയ്യുന്ന രേഖകളാണ് ഇഡിക്ക് ലഭിച്ചിരിക്കുന്നത്. 85 ലക്ഷം രൂപ വീണ ദുബായിലേക്ക് അയച്ചു. KJ ശ്രീജിത്ത് ഉണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്തായാലും അന്വേഷണം പുരോഗമിക്കുമ്പോൾ വീണയിലേക്ക് കൂടുതൽ വിരലുകൾ ചൂണ്ടുകയാണ്. വീണയ്ക്കെതിരെയുള്ള കുരുക്കുകൾ മുറുകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തെല്ലാം കണ്ടെത്തലുകളാണ് ഇഡി നടത്തുന്നത്? എങ്ങനെയാണ് ഇനി തുടർ അന്വേഷണം അടക്കം? 2 ദിവസം മുൻപായിരുന്നു കോഴിക്കോട് വിവിധ ഭാഗങ്ങളിൽ മുഹമ്മദ് റിയാസിൻ്റെ വീടുകളിൽ റെയ്ഡ് നടത്തിയത്. ആ റെയ്ഡിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ ടിക്കെതിരെ കൂടുതൽ അന്വേഷണം ഊർജിതമാക്കി ഇഡി മുന്നോട്ട് പോകുന്നത്. ഇഡി പ്രധാനമായി തന്നെ അന്വേഷണം നടത്തുന്നത് ഈ പണമിടപാടുമായി ബന്ധപ്പെട്ടാണ്. ആദ്യം അത് മാസപ്പടി കേസായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഹവാലയും അതോടൊപ്പം തന്നെ ഫെമ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്ന രീതിയിലുള്ള അന്വേഷണത്തിലേക്കാണ് പോകുന്നത്. അതിന് കാരണം 85 ലക്ഷം രൂപ ദുബായിലേക്ക് വീണ ടി അയച്ചിരുന്നു. അതെന്തിനാണ്, ആർക്കയച്ചു, എവിടെ നിന്നും ഈ പണം ലഭിച്ചു എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഊർജിതമായി നടക്കുന്നത്. കാർത്തു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്രയും വരുമാനം വീണ ടിക്ക് എവിടെ നിന്ന് ലഭിച്ചു, വീണയുടെ വരുമാനത്തേക്കാൾ കൂടുതൽ പണത്തിൻ്റെ ഒരു ക്രയവിക്രയങ്ങളാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് 85 ലക്ഷം രൂപ എവിടെ നിന്ന് ലഭിച്ചു എന്നതാണ് ഇപ്പോൾ ഈ ഇഡി അന്വേഷണം നടത്തുന്നത്. അതുപോലെ തന്നെ വീണ ടിയുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു കണ്ടെത്തലും ഇഡി നടത്തിയിട്ടുണ്ട്. അത് സിമ്മുമായി ബന്ധപ്പെട്ടാണ്. മറ്റൊരാളുടെ പേരിൽ, അത് കോഴിക്കോടുള്ള ഡിവൈഎഫ്ഐയുടെ യുവ നേതാവായ നന്ദുലാലിൻ്റെ പേരിൽ 2014 എടുത്ത ഒരു സിം ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള ഈ ഇടപാടുകളെല്ലാം വീണ ടി നടത്തിയതെന്നാണ് ഇപ്പോൾ ഇഡി സംശയിക്കുന്നത്. കാരണം ഇത് ഇൻ്റർനെറ്റ് കോളിംഗ് അടക്കമുള്ളവ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഒരു മുൻ മുഖ്യമന്ത്രിയുടെ മകൾ എന്തിനാണ് ഇത്തരം സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതെന്നാണ് ഇഡിയുടെയും ചോദ്യം. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. 2014 വീണയും അതോടൊപ്പം തന്നെ റിയാസും ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇത്തരത്തിൽ സിം എടുത്തു നൽകിയത്. 2014 വീണ ടി മറ്റൊരാളുടെ പേരിൽ സിം എടുക്കുകയും അതുപയോഗിച്ച് ഇത്തരം ഇടപാടുകൾ, പ്രത്യേകിച്ച് ഹവാല ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഈ അന്വേഷണം പുരോഗമിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫെമ ചട്ടങ്ങൾ, ഇന്ത്യയുടെ ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് മറ്റൊരു രാജ്യത്ത് പണം അയക്കുകയോ അത് തിരിച്ചയക്കുകയോ ചെയ്യണമെങ്കിൽ കൃത്യമായി തന്നെ വിവരങ്ങൾ നൽകണം. അതോടൊപ്പം തന്നെ അത് ആർക്ക് നൽകുന്നു, അത് എവിടെ നിന്ന് ഈ പണത്തിൻ്റെ സ്രോതസ് അടക്കമുള്ളവ ബോധ്യപ്പെടുത്തേണ്ട ഒരു കർത്തവ്യമുണ്ട്. അത് എന്തായാലും ഈ പണമിടപാടിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീണ ടിക്കെതിരെ അന്വേഷണം ശക്തമാക്കിയിരിക്കുന്നത്. ഇഡി കൃത്യമായി തന്നെ പല കണ്ടെത്തലുകളും 2 ദിവസം മുൻപ് നടന്ന ആ റെയ്ഡിൽ കണ്ടെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മണിക്കൂറുകളോളം നീണ്ടു നിന്ന ആ കണ്ടെത്തലിൽ ഈ റിയാസിൻ്റെ ബിനാമികളായാണ് അവർ കാണുന്നത്, ഇഡി കാണുന്നത്. അവർ സുഹൃത്തുക്കളാണ്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഇത്തരം സാമ്പത്തിക ഇടപാടുകൾ റിയാസിനുണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചെല്ലാം വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ 85 ലക്ഷം രൂപയെക്കുറിച്ചുള്ള ഈ ഇഡിക്ക് വിവരം ലഭിക്കുന്നത്
വീണ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഡയറിയിൽ നിന്നാണ്. ഈ ഡയറിയിലാണ് 85 ലക്ഷത്തിൻ്റെ കണക്കുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ ഡയറിയിൽ ഉണ്ടായിരുന്ന പേരുകളിലാണ് ഈ ആദ്യഘട്ടം 2 ദിവസം മുൻപ് ED റെയ്ഡ് നടത്തിയിരിക്കുന്നത്. ആ വീടുകളിലാണ്, ആ വീടുകളുടെ ഉടമകളുടെ വീട്ടിലാണ് എന്തായാലും EDയുടെ റെയ്ഡ് അന്ന് പുരോഗമിച്ചത്. എന്തായാലും ED കൃത്യമായി തന്നെ വീണയെ വലവീഴ്ച കാത്തിരിക്കുകയാണ്. വീണയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയുള്ള ചോദ്യം ചെയ്യലും ഇനി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വീണയുടെ ഭർത്താവും അതോടൊപ്പം തന്നെ ബേപ്പൂർ MLA-യുമായ റിയാസിനെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യേണ്ട സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ED എത്തി നിൽക്കുന്നത്. എന്തായാലും കഴിഞ്ഞ റെയ്ഡിൽ കണ്ടെടുത്ത വിവരങ്ങൾ കൂടുതൽ പരിശോധിക്കുകയാണ്. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി EDയുടെ മുന്നോട്ടുള്ള പോക്ക്. അതുപോലെ തന്നെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ ഡയറിയിൽ എഴുതിയത് പ്രകാരമാണ് ഇത്തരത്തിൽ 85 ലക്ഷം രൂപയുടെ ഇടപാട് നടന്നു. എന്നാൽ ആ ഇടപാട് ഫെമ ചട്ടം ലംഘിച്ചാണ് നടന്നതെങ്കിലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം EDയുടെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പണം എങ്ങനെ അയച്ചു, ആർക്ക് അയച്ചു എന്ന കാര്യത്തിൽ തുടരന്വേഷണം അടക്കം ED നടത്താനുള്ള സാഹചര്യത്തിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്? തീർച്ചയായും അത്തരത്തിലൊരു കേസിനും സാധ്യതയുണ്ട്. ഫെമ ചട്ടങ്ങൾ ലംഘിച്ചു എന്ന രീതിയിൽ കേസെടുക്കുകയും ആ കേസിലായിരിക്കും ഇനി അന്വേഷണം പുരോഗമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൃത്യമായി തന്നെ രേഖകൾ നൽകാൻ വീണയ്ക്ക് കഴിയണം. കാരണം ഈ പണം, ഈ സ്രോതസ് എവിടെയാണ്? വരുമാനം, ഒരു തൊഴിലെടുക്കുമ്പോൾ ആ തൊഴിലിനനുസരിച്ച് ഒരു വരുമാനമായിരിക്കും. പക്ഷെ അതിൽ കൂടുതലായിരിക്കും ഇപ്പോൾ വീണയുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്നത്. ആ പണം എവിടെ നിന്ന് ലഭിച്ചു, ആർക്കയച്ചു എന്നതിനെക്കുറിച്ച്, എന്തിനയച്ചു, അങ്ങനെ ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായി ഫെമ ചട്ടങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ എന്തായാലും ഈ ED പരിശോധിക്കുക. അതിനെക്കുറിച്ചൊന്നും നിലവിൽ മണിക്കൂറുകളോളം നാം കണ്ടിട്ടുണ്ട് ED ഓഫീസിൽ വിളിച്ചു വരുത്തി വീണയെ ചോദ്യം ചെയ്യുന്നത്. ആ സമയങ്ങളിലൊന്നും ഇത്തരം വിവരങ്ങൾ ഹാജരാക്കാനോ അതിൻ്റെ സ്രോതസ്സുകൾ ഈ EDക്ക് മുന്നിൽ ഹാജരാക്കാനോ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് മറ്റു വഴികളിലൂടെയെല്ലാം ഇപ്പോൾ ED കൂടുതൽ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഫെമ ചട്ടം ലംഘിച്ചതായി തുടക്കത്തിൽ തന്നെ, ഇപ്പോൾ ഇന്നലെ തന്നെ കൃത്യമായി തന്നെ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകളും അതോടൊപ്പം തന്നെ മറ്റു നീക്കങ്ങളുമാണ് EDയുടെ ഭാഗത്തു നിന്ന് നിലവിലുണ്ടാകുന്നത്. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേരുന്ന ദക്ഷിണ മേഖല കൗൺസിൽ യോഗം ഇന്ന് തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് ചേരും. കേന്ദ്ര സംസ്ഥാന പ്രശ്നങ്ങൾ, അന്തർ സംസ്ഥാന ജലവിഹിതം, വിദ്യാഭ്യാസം, ബലാത്സംഗ കേസുകളുടെ വേഗത്തിലുള്ള അന്വേഷണത്തിനും വിചാരണയ്ക്കുമായി ഫാസ്റ്റ് ട്രാക്ക് പ്രത്യേക കോടതികൾ സ്ഥാപിക്കാൻ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാവും. തമിഴ്നാടും കർണാടകയും തമ്മിൽ നിലനിൽക്കുന്ന കാവേരി നദീജല തർക്കം കൗൺസിൽ ഉന്നയിക്കുമെന്നാണ് വിലയിരുത്തൽ. മണ്ഡല പുനർനിർണയവും ചർച്ചയായേക്കും. കൗൺസിലിൽ അംഗങ്ങളായ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാരും ലഫ്റ്റനന്റ് ഗവർണർമാർ, അഡ്മിനിസ്ട്രേറ്റർമാർ എന്നിവരും ഒപ്പം ഓരോ സംസ്ഥാനത്തു നിന്നുള്ള 2 മുതിർന്ന മന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാന സർക്കാരുകളിലെയും കേന്ദ്ര സർക്കാരിലെയും ചീഫ് സെക്രട്ടറിമാർ, ഉപദേശകർ, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരും ചർച്ചകളിൽ പങ്കാളികളാകും. ആന്ധ്രാപ്രദേശ്, കർണാടക, കേരളം, തമിഴ്നാട്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളും പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് ദക്ഷിണ മേഖല കൗൺസിൽ. അമിത്ഷാ അധ്യക്ഷനായ കൗൺസിലിന്റെ ഉപാധ്യക്ഷൻ തമിഴ്നാട് മുഖ്യമന്ത്രി C. ജോസഫ് വിജയ് ആണ്. കെനിയയിൽ സഫാരി ഹെലികോപ്റ്റർ തകർന്നു വീണ് 7 പേർ മരിച്ചു. ഇക്വഡോറിന്റെ ഇന്റലിജൻസ് മേധാവിയും 5 US പൗരന്മാരും പൈലറ്റുമാണ് അപകടത്തിൽ മരിച്ചത്. കെനിയയിലെ വിദുര വിനോദസഞ്ചാര കേന്ദ്രമായ മൗണ്ട് ഒലോലോക്കയുടെ താഴ്വരയിലാണ് ഹെലികോപ്റ്റർ തകർന്നു വീണത്. കെനിയൻ തലസ്ഥാനമായ നെയ്റോബിയുടെ വടക്ക് ഭാഗത്തുള്ള സാംബുരു കൗണ്ടിയിലെ എവാസോ നൈറോ പ്രദേശത്തേക്കുള്ള യാത്രാമധ്യേയാണ് അപകടമുണ്ടായത്. അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് കെനിയ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു.